ഇന്ത്യക്കാർക്ക് ബഹിരാകാശത്തെ ഓരോ ചലനങ്ങളും അതുപോലെ അമ്പരപ്പിക്കുന്ന കൗതുക കാഴ്ചകളും ഒക്കെ കാട്ടിത്തന്ന ഒരു വ്യക്തിയായിരുന്നു സുനിത വില്യംസ്. അതുപോലെ അവിടെ വെള്ളത്തിൻ്റെ സാന്നിധ്യമൊക്കെ കണ്ടതും നമ്മൾ മനുഷ്യനിൽ ഒരുപാട് കൗതുകം നിറഞ്ഞ വാർത്തയായിരുന്നു അത്. ബഹിരാകാശം എന്നത് എല്ലാം കൊണ്ടും മനുഷ്യനൊരു വെല്ലുവിളി നിറഞ്ഞ അല്ലെങ്കിൽ നിഗൂഢമായ ഒരു ഇടമെന്ന് വേണം അറിയപ്പെടുന്നത്. ഭൂമിയുടെ ഭ്രമണപഥത്തിൽ എത്തുന്നതിന് മണിക്കൂറുകളിൽ കുറഞ്ഞത് 28,100 കിലോമീറ്റർ വേഗത ആവശ്യമാണ്. ഇത് സാധാരണ വിമാനങ്ങളേക്കാൾ വളരെ കൂടുതലാണ്. ബഹിരാകാശത്ത് ശൂന്യതയും വികിരണങ്ങളും മറ്റ് ഭീഷണി ഉയർത്തുന്ന ഒരു ഏരിയ കൂടിയാണ്. ശൂന്യാകാശത്തെ ഗുരുത്വമില്ലായ്മ ശാരീരികമായ ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയും ചെയ്യേണ്ടി വരുന്നു. അതെല്ലാം നമ്മൾ സുനിത വില്യംസ് കഴിഞ്ഞ 2 മാസത്തിന് മുൻപേ പങ്കുവെച്ച അവരുടെ ബഹിരാകാശ യാത്രയിൽ ഉണ്ടായ എല്ലാ അനുഭവങ്ങളും നമ്മോട് പങ്കുവെച്ചപ്പോൾ അവരുടെ ആരോഗ്യാവസ്ഥയും അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഇത്തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കാരണം മനുഷ്യന്റെ ബഹിരാകാശ യാത്ര ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്കും ചന്ദ്രനിലേക്കുമായി പരിമിതപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. മറ്റിടങ്ങളിലേക്ക് മനുഷ്യനില്ലാത്ത ഉപഗ്രഹങ്ങൾ മാത്രമാണ് പരീക്ഷണത്തിനായി അയക്കാറുള്ളത്. മാത്രമല്ല പലവിധ പരീക്ഷണങ്ങളും ദിനം പ്രതി അവർ നടത്താറുമുണ്ട്. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഇന്ത്യയിൽ നിന്നല്ല മറിച്ച് ചൈനയിൽ നിന്നും അവർ ബഹിരാകാശത്തേക്ക് ഒരു പരീക്ഷണം നടത്തിയത് വഴി ഒരു ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുകയാണ് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ചൈനീസ് ബഹിരാകാശ നിലയമായ ടിയാൻഗോയിലാണ് ഭൂമിയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ ബാക്ടീരിയയെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നത്. നിയാലിയ ടിയാൻഗോൻജെൻസിസ് എന്നാണ് ഇതിന് പേര് നൽകിയിരിക്കുന്നത്. 2023 മെയ്യിൽ ഷെൻഷോ 15 ദൗത്യത്തിനിടയിലായിരുന്നു ചൈനീസ് ശാസ്ത്രജ്ഞർ ഒറ്റ തിരിഞ്ഞുകൊണ്ട് ഈ ഒരു ബാക്ടീരിയയെ കണ്ടെത്തുന്നത്. ജീവജാലങ്ങൾക്ക് ജീവിക്കാനാകാത്ത ബഹിരാകാശത്തെ ഈ ബാക്ടീരിയയുടെ അതിജീവനം ഗവേഷകരെ വലിയ രീതിയിലാണ് അമ്പരപ്പിച്ചിരിക്കുന്നത്. ബഹിരാകാശത്തെ ജീവനെക്കുറിച്ചുള്ള പഠനത്തിൽ ഇത് പുതിയ വഴിത്തിരിവാകുമെന്ന് തന്നെയാണ് ഗവേഷകർ കരുതുന്നതും. അതേപോലെ ബഹിരാകാശത്തെ നിരന്തരമായ വികിരണം, മൈക്രോഗ്രാവിറ്റി, ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്നിവയെല്ലാം മൂലം ഭൂമിയിലെ ജീവനശേഷിയുള്ള സൂക്ഷ്മകോണുകൾക്ക് പോലും ബഹിരാകാശത്ത് കഴിയാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്നാൽ നിയാലോയ്ക്ക് ഇത് സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ വ്യത്യസ്തമാണ് എന്നാണ് ഗവേഷകർ പറയുന്നത്. ബഹിരാകാശത്ത് വസിക്കുന്ന ഈ ബാക്ടീരിയ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെതിരെ അതിൻ്റെ പ്രതിരോധ ശേഷി നേടിയിട്ടുണ്ട് എന്നും ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നുണ്ട്. ബഹിരാകാശ സാഹചര്യങ്ങളുമായി ദീർഘകാലം സമ്പർക്കം പുലർത്തേണ്ടി വരുന്ന ബഹിരാകാശ യാത്രക്കാരുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള ഭാവിയിലെ മെഡിക്കൽ, ബയോളജിക്കൽ സാങ്കേതിക വിദ്യകൾക്ക് ഈ ബാക്ടീരിയയും പ്രവർത്തിക്കാനാകും എന്നാണ് പ്രതിരോധ ശേഷിയും സഹായകമാകുമെന്നാണ് പറയുന്നത്. ആദ്യം കണ്ടെത്തിയ ബഹിരാകാശ നിലയത്തിലെ ക്രൂ ക്യാബിനുള്ളിലാണ് ഈ ബാക്ടീരിയയിൽ അതിൻ്റെ സാന്നിധ്യം ഈ ഒരു ബാക്ടീരിയൽ സാന്നിധ്യം കണ്ടെത്തുന്നത്. ബഹിരാകാശ പേടകം പോലുള്ള അടഞ്ഞതും അതുപോലെ കൃത്രിമവുമായ അന്തരീക്ഷത്തിൽ ഇത്തരം സൂക്ഷ്മജീവികൾ എങ്ങനെ പെരുമാറുന്നു എന്നതിനെക്കുറിച്ചുള്ള അറിവും ഈ ബാക്ടീരിയയിൽ നിന്നും നമുക്ക് ലഭിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ക്രൂവിൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ദീർഘകാല ബഹിരാകാശ ദൗത്യങ്ങളെ പിന്തുണയ്ക്കുന്നതിനുമായി സൂക്ഷ്മജീവികളുടെ ജീവിതം നിരീക്ഷിക്കുന്ന ചൈനയാകട്ടെ സ്പേസ് സ്റ്റേഷൻ ഹാബിറ്റേഷൻ ഏരിയ മൈക്രോബയോ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് ബാക്ടീരിയയെ കണ്ടെത്തിയിരിക്കുന്നത് എന്നതാണ് അവർ പുറത്തുവിട്ട റിപ്പോർട്ടുകളിൽ നിന്നും സൂചിപ്പിക്കുന്നത്. പൊതുവെ നിരുപദ്രവകാരികളാണ് ബഹിരാകാശ സൂക്ഷ്മാണുക്കളെന്ന് തോന്നുമെങ്കിൽ പോലും ബഹിരാകാശ യാത്രക്കാരുടെ ആരോഗ്യത്തിനും അതുപോലെ ഉപകരണങ്ങൾക്കും ഇവ ഭീഷണി ഉയർത്തുന്നുണ്ട്. ഇത്തരം ബാക്ടീരിയകൾക്ക് വായുവിൻ്റെ ഗുണനിലവാരത്തെ ബാധിക്കുവാനും ബഹിരാകാശ പേടകങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്ന വസ്തുക്കളെ നശിപ്പിക്കുവാനും സെൻസിറ്റീവായ സിസ്റ്റങ്ങളെ പ്രതികൂലമായി ബാധിക്കുവാനും സാധിച്ചേക്കാമെന്നും ഇവർ കണ്ടെത്തിയ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു ബാക്ടീരിയ എങ്ങനെ പെരുമാറുന്നുവെന്നും അതിജീവിക്കുന്നു എന്നത് മനസ്സിലാക്കിയാൽ മാത്രമേ ഇത്തരം സൂക്ഷ്മജീവികൾ ഉയർത്തുന്ന ഭീഷണിക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയൂ എന്നതും ഗവേഷകർ കരുതുന്നുണ്ട്. ഒരു വടിയുടെ ആകൃതിയിലുള്ളതാണ് പുതിയ ബാക്ടീരിയ എന്നതാണ് വിവരം ലഭ്യമായിരിക്കുന്നത്. അതേസമയം നമ്മുടെ ഗ്രഹത്തിനപ്പുറം തന്നെ അതിജീവിക്കാൻ കഴിയുന്നതായി തിരിച്ചറിയപ്പെട്ട ആദ്യത്തെ ഒരു സൂക്ഷ്മജീവി അല്ല ഇതെന്നും അവർ പുറത്തുവിട്ട റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. നാസ ശാസ്ത്രജ്ഞർ മുൻപ് അറിയപ്പെടാത്ത 4 ആന്റിബയോട്ടിക് പ്രതിരോധ ശേഷിയുള്ള ബാക്ടീരിയകൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും കണ്ടെത്തിയതായ റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.